ഹലോ. അപ്പോൾ നമുക്കിന്നൊരു ഹോളിഡേ ഷോപ്പിങ്ങിന് പോയാലോ? അപ്പോൾ നമ്മളിന്ന് കുറച്ച് ക്രിസ്മസ് ഡെക്കോറൊക്കെ വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്രിസ്മസ് ട്രീൻ്റെ സെഷനിലാണ് പോയത്. അപ്പോൾ അവിടെ കുറേ വെറൈറ്റി ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് വച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ മുഴുവൻ ഡെക്കറേഷൻ്റെ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ബോ ടൈസും അതിൻ്റെ പല സൈസിലുള്ളത്, പിന്നെ അതുപോലെ തന്നെ കുറേ ജിഞ്ചർ ബ്രെഡിൻ്റെ കുറേ ഡെക്കറേഷൻ കിറ്റുകൾ, അതായത് പ്ലാസ്റ്റിക് ജിഞ്ചർ ബ്രെഡാണ്. അതുപോലെ തന്നെ വേറെയും കുറേ ഇൻഡോർ വെക്കാനുള്ള കുറേ ഡെക്കറേഷനും, അതുപോലെ മേലിൽ കണ്ടോ വെളിയിൽ വെക്കാനുള്ള എയർ നിറയ്ക്കാൻ പറ്റുന്ന പോലത്തെ ജിഞ്ചർ ബ്രെഡ് മാനും അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മേലെ വച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ കുറേ സാൻറ്റയും അതുപോലെ തന്നെ ഇപ്പുറത്ത് കുറേ ക്രിഞ്ച് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഫുൾ ഡെക്കറേഷൻ സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ മൊത്തം ക്രിസ്മസ് ട്രീയിൽ വെക്കാനുള്ള ബോൾസ് ആണ്. അത് പല സൈസിലും പല കളറിലുമായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ഒരു നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സാന്റ ഇരിപ്പുണ്ട്. റെയിൻഡിയറിൻ്റെ കൊമ്പ് വരെ ഇവിടെ ഡെക്കറേഷനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ മാലാഖയും, പിന്നെ അതുപോലെ ക്രിസ്മസ് ട്രീൻ്റെ മേലെ ടോപ്പറായിട്ട് വെക്കുന്ന ക്രിസ്മസ് സ്റ്റാറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ബെല്ലുകൾ ഇരിപ്പുണ്ട്, പിന്നെ കുറേ ടൈപ്പ്, ഇവിടെ കുറേ ട്രെയിനും, അവിടെ ഒരു ബക്കറ്റ് ഇരിപ്പുണ്ട്, അതെന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെ കുറേ വെറൈറ്റി, അതായത് കുഞ്ഞു കുഞ്ഞു ക്രിസ്മസിൻ്റെ തീമിലുള്ള കുറേ വണ്ടികളും അങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ സ്നോ ഒക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു റാക്ക് കംപ്ലീറ്റ് ലൈറ്റിങ്ങിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ലൈറ്റിംഗ് പുറത്തേക്കുള്ളതും അതുപോലെ ബുഷസിലേക്കുള്ളത്, അതുപോലെ വീടിൻ്റെ റൂഫിൽ ഇടാനുള്ള ലൈറ്റ്സ് പോലെയുള്ള എല്ലാ ടൈപ്പ് ലൈറ്റ്സും ഇവിടെയുണ്ട്. അപ്പോൾ അത് എത്ര ഫീറ്റ് വേണമെന്നൊക്കെ നോക്കിയിട്ട് അങ്ങ് ഡിസൈഡ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഏരിയയിൽ ഔട്ട്ഡോർ ഡെക്കറേഷന് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് പല സൈസിലും ഇവിടെ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് പുറത്ത് ഗാർഡനിൽ വെക്കാനുള്ള ലൈറ്റുകളാണ്. ഇവിടെ കുറേ ഗിഫ്റ്റിനുള്ള കുറേ സാധനങ്ങൾ, അതായത് പിള്ളേരുടെ ടോയ്സ് കുറേ ഇരിപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു സംഭവം ഇരിപ്പുണ്ട്. ഇവിടെ കുറേ ക്യാൻഡി കെയിൻ്റെ ഡെക്കറേഷൻ കിറ്റൊക്കെ ഇരിപ്പുണ്ട്. ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് കുറേ വലിയ വലിയ സ്നഫീസും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതുപോലെ ഗിഫ്റ്റ് റാപ്പിൻ്റെ ഒരു ഫുൾ സെഷൻ ഗിഫ്റ്റ് റാപ്സ് ആണ്. അതെല്ലാം ക്രിസ്മസ് തീമായിട്ടുള്ള കുറേ പരിപാടികൾ. അതുപോലെ ഇവിടെ കുറേ പ്ലാന്റ്സും ഇരിപ്പുണ്ട്. ഇത് കംപ്ലീറ്റ് ബേക്കിങ്ങിൻ്റെ ഏരിയ ആണ്. അപ്പം ക്രിസ്മസിനായിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ വേഫിൽസും സാൻറ്റയുടെ ഷേപ്പിലുള്ളതാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ഒരു തീമിലുള്ള കുറേ
അതുപോലെ കുക്കി കട്ടേഴ്സൊക്കെ കുറേ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ പല വെറൈറ്റി, അതായത് പല ബ്രാൻഡിൻ്റെ കുറേ ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഇരിപ്പുണ്ട്. അത് പല ഷേപ്പിലൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണിൽ പിള്ളേർ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഒരു ആക്ടിവിറ്റി പോലെ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ ജിഞ്ചർ ബ്രെഡ്. അത് എല്ലാം കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഉണ്ടാവണമെന്നില്ല, ചിലതേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ ഒരു സാധനം ഉണ്ടാക്കുക, അതുപോലെ അത് ഡെക്കറേറ്റ് ചെയ്യുക, അതൊക്കെ ഒരു ഭയങ്കര ഫൺ ആക്ടിവിറ്റിയാണ്. ഇങ്ങോട്ട് കംപ്ലീറ്റ് ക്യാൻഡീസ് ആണ് കേട്ടോ, പല ബ്രാൻഡിൻ്റെ. അതും എല്ലാം ഈ പറയുന്ന പോലെ ക്രിസ്മസ് തീമിലാണ് അവരുടെ ക്യാൻഡീസ് എല്ലാം. ക്രിസ്മസിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ക്രിസ്മസിന് ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കും അവർ ഫാമിലി ഫ്രണ്ട്സിന് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉള്ളതാണ്. അതിനായിട്ട് കുറേ ഓപ്ഷൻസ് ഈ കടകളിലുണ്ട്. ഇതവിടെ കണ്ടോ, ഇത് സൂപ്പ് സെറ്റാണ്, സൂപ്പ് ഗിഫ്റ്റ് സെറ്റ്. അതുപോലെ ഇത് ഗ്രില്ലിങ്ങിൻ്റെ ഗിഫ്റ്റ് സെറ്റ്. അപ്പോൾ അതിൽ കുറേ സോസും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ചോക്ലേറ്റിൻ്റെ ആണെങ്കിൽ ചോക്ലേറ്റിൻ്റെ സെറ്റായിരിക്കും. അതേപോലെ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ സാധനങ്ങളായിട്ട് ഒരു സെറ്റ് ഗിഫ്റ്റ് പാക്സ് ഉണ്ട്. ഇതൊക്കെ ചോക്ലേറ്റ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ട്രക്കും വരുന്നുണ്ട്. ആ ഒരു കവറിനകത്ത് ചോക്ലേറ്റ്സ് ആണ്. അപ്പോൾ ഭയങ്കര ഭംഗിയിൽ, ചിലതെല്ലാം നല്ല രസമുണ്ട് കാണാനായിട്ട് തന്നെ. ഇത് പല ടൈപ്പ് സോസസ് ആണ്, സോസിൻ്റെ ഒരു ടൈപ്പ് ഹോട്ട് സോസ് കളക്ഷനൊക്കെയാണ്. അപ്പോൾ ഗിഫ്റ്റുകൾ തന്നെ ഭയങ്കര ഭംഗിയാണ് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനൊക്കെ. ഇവിടെ US ഈ പറയുന്ന പോലെ സീസൺ വൈസ് സാധനങ്ങളെന്നല്ല, ഒരു 2 മാസം മുമ്പേ അവർ സാധനങ്ങൾ വിറ്റ് തുടങ്ങും. അപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ താങ്ക്സ് ഗിവിങ്ങിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ഈ സാധനങ്ങളൊക്കെ കടയിൽ വിൽക്കാൻ വെക്കും. അപ്പോൾ ലാസ്റ്റ് ഡേയ്സൊക്കെ പോവുകയാണെങ്കിൽ ചിലതൊക്കെ കിട്ടുള്ളൂ. കിട്ടാൻ ഭയങ്കര പാടായിരിക്കും, നല്ല തിരക്കായിരിക്കും കടകളിൽ. അപ്പോൾ അവർ ഒരു മാസം മുമ്പ് തന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. അവർ നേരത്തെ വാങ്ങിയിട്ട് പോവുകയും ചെയ്യും ആൾക്കാർ. അതുപോലെ നമ്മുടെ ട്രഡീഷണലായ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഒരു കളക്ഷൻസാണ് ഇവിടെ ഇരിക്കുന്നത്. ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ തീമിലുള്ള കുറേ ഡ്രസ്സുകൾ ഇവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ കുറേ സ്വെറ്റേഴ്സും ഈ ഒരു സമയത്ത് അവൈലബിൾ ആയിരിക്കും. നമുക്ക് മാത്രം ഗിഫ്റ്റ് മതിയോ, പെറ്റ്സിന് വേണ്ടേ? അപ്പോൾ ഇതെല്ലാം പെറ്റ്സിൻ്റെ ഗിഫ്റ്റിൻ്റെ ഒരു കളക്ഷൻസാണ്. അപ്പോൾ അതും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അവരുടെ ടോയ്സും അതുപോലെ അവർക്കുള്ള സ്നാക്സൊക്കെ ആയിട്ട് ഒരു രസമുണ്ട്. അതും ജിഞ്ചർ ബ്രെഡ് നോക്കിയാൽ നല്ല രസമാണ് അതിനെ കാണാൻ തന്നെയായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു, മെറി ക്രിസ്മസ്. വർഷം നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ. അങ്ങനെ ഓരോ വർഷവും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വാങ്ങിച്ചത്. ഇപ്പോൾ വാങ്ങാൻ വേണ്ടി വന്നതല്ല, കണ്ടപ്പോൾ നല്ല ഭംഗിയായി തോന്നി, അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്.